Hi, hello. Welcome to I+ Training Solution, Unit 9 History PYQ discussion. So, History Unit 9 previous year questions ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ അറിയാം സിലബസ് എന്നുള്ളത് കൂടുതലായിട്ടും ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിനായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഫ്രം ദ ഫോർമേഷൻ ഓഫ് കോൺഗ്രസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ബിഫോർ കോൺഗ്രസ് മുതൽ കോൺഗ്രസിന്റെ ഫോർമേഷൻ, അതിനുശേഷം പിന്നെ നടക്കുന്ന സ്വദേശി ബോയ്ക്കോട്ട് മൂവ്മെന്റ് മുതൽ പിന്നീട് അങ്ങോട്ടേക്ക് വരുന്ന ഗാന്ധിയൻ മാസ് മൂവ്മെന്റ്സ്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് യൂണിറ്റ് 9 സിലബസ് എന്നുള്ളത്. സോ കണ്ടിന്യൂസ്ലി ക്രോണോളജിക്കലി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനും അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഓരോ വ്യക്തികളെ, മേ ബി ഗാന്ധി ആയിക്കോട്ടെ അല്ലെങ്കിൽ സവർക്കറിനെ ആയിക്കോട്ടെ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് യൂണിറ്റ് 9 എന്നുള്ളത്. സോ ഈ റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ള ഒരു ചെറിയ പാർട്ടും അതിന്റെ ഭാഗമായിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഒരു സെഷൻ എന്നുള്ളത് പ്രൈമർലി സവർക്കർ ആണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ചോദിക്കുന്ന ഒരു മേഖല എന്നുള്ളത്. സോ സവർക്കറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വി ഡി സവർക്കർ വാസ് കണക്റ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ്. സോ എന്താണ് ഇനി നിങ്ങൾ ഉണ്ടാവേണ്ടത് എന്നുള്ളത് എൻ്റെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ അനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. സോ ഒരു 2-3 വർഷങ്ങളായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സവർക്കറിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, സവർക്കറിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല, 1-5 ക്വസ്റ്റ്യൻസ് ഒക്കെ സവർക്കറിനെ മാത്രം ബേസ് ചെയ്ത് വരുന്ന ഒരു പാറ്റേൺ, ഒരു ട്രെൻഡ് ഇപ്പോൾ ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സവർക്കർ ഒരു ഡീറ്റെയിൽഡ് ബയോഗ്രഫി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. സവർക്കർ ഏതൊക്കെ പ്രോഗ്രാമിൽ അഡ്രസ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ബുക്കുകൾ അദ്ദേഹമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് സവർക്കർ എവിടെയൊക്കെയാണ് എഡ്യൂക്കേഷൻ, ഏതൊക്കെ നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടുണ്ട്, ഏതൊക്കെ ഓർഗനൈസേഷൻ ആണ് സവർക്കർ ഫൗണ്ട് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് നോളേജ് നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യമായിട്ടും ഉണ്ടാവണം. ഓക്കെ, സോ ഇതൊക്കെ നമുക്ക് സവർക്കറിന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒട്ടുമിക്ക പോയിന്റ്സും അവിടെ ഉണ്ട്. സോ ഇതാണ് ക്വസ്റ്റ്യൻ, വി ഡി സവർക്കർ വാസ് കണക്റ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ്? എ മിത്രമേള, ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857, ഇന്ത്യ ഹൗസ്, ഫെർഗൂസൺ കോളേജ്, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ. സോ ഈ താഴെ തന്നിരിക്കുന്ന ഇതിൽ ഏതൊക്കെയാണ് സവർക്കറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സവർക്കർ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് ഏതിലൊക്കെയാണ് എന്നുള്ളതാണ്. സോ നമുക്ക് ഓപ്ഷൻസിലേക്ക് കടക്കാം. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചോക്കെ, മിത്രമേള എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, സവർക്കർ 1899 ഫോം ചെയ്യുന്ന ഒരു റവല്യൂഷണറി ഓർഗനൈസേഷൻ ആണ് മിത്രമേള എന്നുള്ളത്. ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 സവർക്കറുമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലേ? ഓഫ് കോഴ്സ് ഉണ്ട്. എന്താണ്, സവർക്കർ എഴുതിയ ബുക്കാണ് ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ളത്. 1887 ആ ഒരു റിവോൾട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നാഷണലിസ്റ്റ് പെർസ്പെക്റ്റീവുള്ള റൈറ്റിംഗ് ആണ് ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ളത്. സവർക്കർ 1907 അഥവാ നമ്മുടെ 1857 റിവോൾട്ടിന്റെ 50 വർഷം തികയുന്ന കാലഘട്ടത്തിൽ, അന്ന് അദ്ദേഹം ലണ്ടനിലായിരുന്നു നിയമം പഠിക്കാൻ വേണ്ടി. ലണ്ടനിലെ ഗ്രേസിൻ കോളേജിൽ അദ്ദേഹം ശ്യാംജി കൃഷ്ണവർമ്മയുടെ ഫെലോഷിപ്പോട് കൂടി പോയ ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ 50 ആണ്ട് തികയുന്നത്. സോ അന്ന് അദ്ദേഹം എന്താണ്, ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന്, അതുവരെ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫിയിൽ അതിനെ ഒരു എന്താണ് സെപ്പോയി മ്യൂട്ടിനി ആയിട്ടും അല്ലെങ്കിൽ ബാർബേറിയൻസ് സിവിലൈസ്ഡിനെ അറ്റാക്ക് ചെയ്ത ഹിസ്റ്ററിയൊക്കെ ആയിട്ടാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ ഇന്ത്യൻ മാരിറ്ററേഴ്സിനെയൊക്കെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ വർക്കാണ് ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 എന്നുള്ളത്, അല്ലെ? ഇന്ത്യ ഹൗസ് എന്താണ്, 1905 ശ്യാംജി കൃഷ്ണവർമ്മ ലണ്ടനിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഇന്ത്യ ഹൗസ് എന്നുള്ളത്. അവർക്കൊരു ജേണൽ ഉണ്ടായിരുന്നു. ഏതായിരുന്നു ആ ജേണൽ? ദ സോഷ്യോളജിസ്റ്റ്, അല്ലെ? ഇവിടെ എന്താണ് സവർക്കർ അസോസിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം സവർക്കർ 1906 ലണ്ടനിൽ എത്തുന്നുണ്ട് നിയമം പഠിക്കാൻ വേണ്ടി. സോ അന്ന് സവർക്കറിനെ അക്കോമഡേറ്റ് ചെയ്തത് ഈ ഇന്ത്യ ഹൗസിലാണ്. അതുപോലെ തന്നെ അന്ന് സവർക്കറിന് പഠിക്കാനുള്ള ഫെലോഷിപ്പ് പ്രൊവൈഡ് ചെയ്തത് ഇന്ത്യ ഹൗസിന്റെ ഫൗണ്ടർ ആയിരുന്ന ശ്യാംജി കൃഷ്ണവർമ്മയാണ്. ശ്യാംജി കൃഷ്ണവർമ്മയോട് ബാലഗംഗാധർ തിലകാണ് റെക്കമെൻഡ് ചെയ്യുന്നത് സവർക്കറിന് ഈ ഒരു ഫെലോഷിപ്പ് കൊടുക്കണം എന്നുള്ളത്. നെക്സ്റ്റ് ഫെർഗൂസൺ കോളേജ്, അതും എന്താണ് സവർക്കറുമായിട്ട് അസോസിയേറ്റഡ് ആണ്. കാരണം എന്താണ്, സവർക്കറുടെ ഗ്രാജുവേഷൻ എന്നുള്ളത് പൂനെയിലെ ഫെർഗൂസൺ കോളേജിൽ വെച്ചിട്ടാണ്. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ എന്തല്ല, സവർക്കറുമായിട്ട് ഒരു ബന്ധമുണ്ടോ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ? ഇല്ല. സോ നമ്മൾ ഇനി ABC only, ABC and D only, ABCDE only, ABC and E only. ഇത് 4ഉമായിരുന്നു ഓപ്ഷനും ക്വസ്റ്റ്യനും ഒരു സ്ലൈഡിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നമുക്കറിയാലോ.
ABCD only ആണ്. ഏതിലൊക്കെ ഉണ്ട്? മിത്രമേളയിൽ സവർക്കർ കണക്റ്റഡ് ആണ്. ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് സവർക്കറുമായിട്ട് ബന്ധമുണ്ട്. ഫെർഗൂസൺ കോളേജ് സവർക്കറുമായിട്ട് ബന്ധമുണ്ട്. ഇന്ത്യ ഹൗസ് സവർക്കറുമായിട്ട് ബന്ധമുണ്ട്. നമ്മുടെ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ സവർക്കറുമായിട്ട് എന്തല്ല ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഓക്കെ, നമുക്ക് ഇവിടെ വേണ്ടത് സവർക്കറിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. ഓക്കെ, സോ നമ്മുടെ ഒരു NTA നെറ്റ് എക്സാമിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഹൈലി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് സവർക്കർ എന്നുള്ളത്. സവർക്കർ പഠിച്ചാൽ മാത്രമേ നെറ്റ് ക്വാളിഫൈ ആവുന്നുള്ള രീതിയിൽ അത്രത്തോളം ലാസ്റ്റ് എക്സാമിലൊക്കെ 6 ക്വസ്റ്റ്യൻ ഒറ്റ ഷിഫ്റ്റിൽ 6 ക്വസ്റ്റ്യൻ സവർക്കറുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. സോ സവർക്കർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ഡീറ്റെയിൽഡ് ബയോഗ്രഫി നമുക്ക് നോക്കാം. അദ്ദേഹം ജനിച്ചിട്ടുള്ളത് 28 മെയ് 1883. 1883 മെയ് 28 സവർക്കർ ജനിക്കുന്നത്. എവിടെയാണ് ജനിക്കുന്നത്? മഹാരാഷ്ട്രയിലെ നാസിക് ഡിസ്ട്രിക്റ്റിലെ ബഘൂർ വില്ലേജിലെ ഒരു ചിത് ഭവൻ ബ്രാഹ്മൺ ഫാമിലിയിലാണ് സവർക്കർ ജനിക്കുന്നത്. സവർക്കറിന്റെ മദർ രാധാബായി സവർക്കർ ആണ്. രാധാബായി സവർക്കർ അഥവാ സവർക്കറിന്റെ അമ്മ സവർക്കറിന്റെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സവർക്കറിനെ വളർത്തിയതും സവർക്കറിനെ ഏർലി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുത്തതും എല്ലാം ചെയ്തതും സവർക്കറിന്റെ ഫാദർ ആയിട്ടുള്ള ദാമോദർ സവർക്കർ ആണ്. സോ ഈ ദാമോദർ സവർക്കറിന്റെ ആ ഒരു അപ്ബ്രിങ്ങിങ്ങിന്റെ സമയത്താണ് സവർക്കറിന് ഒരുപാട് നാഷണലിസ്റ്റ് കോൺഷ്യസ്നെസ് ഒക്കെ വളർത്തി അതല്ലെങ്കിൽ അതൊക്കെ ഇൻജെക്ട് ചെയ്ത് കൊടുത്തിട്ടായിരുന്നു ദാമോദർ സവർക്കർ VD സവർക്കറിനെ വളർത്തിയത്. ദേശീയതയും രാജ്യസ്നേഹമൊക്കെ മകനും അദ്ദേഹം പകർന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫാദർ ഇൻകൾക്കേറ്റ് നാഷണലിസ്റ്റ് കോൺഷ്യസ്നെസ്, പാട്രിയോട്ടിക് ആൻഡ് പോയറ്റിക്കൽ ഇൻക്ലിനേഷൻ ടു ഹിം. സോ എന്താണ്, വളരെ ചെറിയ പ്രായത്തിൽ ദാമോദർ സവർക്കർ VD സവർക്കറിനെ വളർത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിന് രാമായണത്തിലെയും മഹാഭാരതത്തിലെയും അതുപോലെ തന്നെ ശിവജിയെ പറ്റിയും ഗുരു ഗോബിന്ദ് സിംഗിനെ പറ്റിയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പം പ്ലാഗ് കാരണം സവർക്കറിന്റെ ഫാദറും മരിച്ചുപോയി. പിന്നീട് സവർക്കറിനെ വളർത്തുന്നത് അദ്ദേഹത്തിന്റെ ബ്രദർ ആയിട്ടുള്ള ഗണേഷ് സവർക്കർ ആണ്. സോ സവർക്കറിന്റെ ജീവിതം നമുക്ക് 3 ഘട്ടങ്ങളായിട്ടാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് അദ്ദേഹത്തിന്റെ യുവകാലഘട്ടവും പിന്നെ ഇംഗ്ലണ്ടിൽ എഡ്യൂക്കേഷൻ പഠിക്കാൻ പോയ സമയം, ഇംഗ്ലണ്ടിൽ ലോ പഠിക്കാൻ വേണ്ടി പോയ സമയം. 2 എന്നുള്ളത് പിന്നീട് അദ്ദേഹത്തിന് സെഡീഷനെ ബേസ് ചെയ്തിട്ട് 1910 അദ്ദേഹത്തിനെ ജയിലിലടക്കുന്നുണ്ട്. നീണ്ട 50 വർഷക്കാലായിരുന്നു തടവ് ശിക്ഷ വിധിക്കപ്പെട്ടിട്ടുള്ളത്. എനിവേ 80 വർഷക്കാലം സവർക്കർ കടന്നില്ല. ഒരു 14-15 വർഷത്തിന് ശേഷം കുറച്ച് കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് അഥവാ നിബന്ധനകളോട് കൂടിയിട്ടുള്ള ജാമ്യം സവർക്കറിന് അനുവദിച്ചു. അതാണ് സവർക്കറിന്റെ ജീവിതത്തിലെ 2ാമത്തെ ഘട്ടം, ജയിൽവാസ കാലഘട്ടവും പിന്നീട് ആ ഒരു കണ്ടീഷണൽ റിലീസും. 3 എന്നുള്ളത് സവർക്കർ തീവ്ര ഹിന്ദുത്വ ഐഡിയോളജി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരാളായി മാറുന്ന ഒരു കാലഘട്ടമാണ്. അതേത് കാലഘട്ടമാണ്? ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷമുള്ള 1936 മുതൽ 66 വരെയുള്ള കാലഘട്ടം. സവർക്കർ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് ആകുന്നു. അഖണ്ഡ് ഹിന്ദുസ്ഥാൻ മൂവ്മെന്റ് തുടങ്ങുന്നു. ഹിന്ദു രാഷ്ട്ര ദർശൻ അതുപോലെയുള്ള ഒരുപാട് തീവ്ര ഹിന്ദുത്വ ഐഡിയോളജി പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്ന കാലഘട്ടമാണ് 3ാമത്തെ ഘട്ടം എന്നുള്ളത്. ഓക്കെ, അതിൽ ഏർലി ഫേസിൽ പറയുകയാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ സവർക്കർ എന്ത് ചെയ്തുമായിരുന്നു? മറാത്തി ലാംഗ്വേജിൽ കവിതകൾ, മറാത്തി ന്യൂസ് പേപ്പേഴ്സിലും ജേർണൽസിലൊക്കെ VD സവർക്കറിന്റെ കവിതകൾ അച്ചടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. 1899 സവർക്കർ എസ്റ്റാബ്ലിഷ്ഡ് മിത്രമേള. മിത്രമേള എന്നുള്ളത് ഒരു സീക്രട്ട് റെവല്യൂഷണറി ഓർഗനൈസേഷൻ ആയിരുന്നു. എന്താണ് മിത്രമേള ചെയ്തുകൊണ്ടിരുന്നത്? മിത്രമേള ഒരുപാട് റെവല്യൂഷണറി കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അഥവാ ഇനി റെവല്യൂഷണറി ആക്ടിവിറ്റീസ് കൂടാതെ ഗണപതി ഫെസ്റ്റിവൽസും ശിവജി ഫെസ്റ്റിവൽസും ഒക്കെ എന്ത് ചെയ്തു? മിത്രമേളയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. 1901 സവർക്കർ ഫെർഗൂസൺ കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത്. പൂനെയിൽ, മഹാരാഷ്ട്രയിലെ പൂനെയിലെ ഫെർഗൂസൺ കോളേജിലാണ് സവർക്കറിന്റെ ഗ്രാജുവേഷൻ. ഡയറക്റ്റ് ആയിട്ട് എന്റെ ചോദിച്ചിട്ടുണ്ട് സവർക്കർ ഗ്രാജുവേറ്റഡ് ഫ്രം വിച്ച് കോളേജ് എന്നുള്ളത്. സോ ദിസ് ഈസ് NTS PYQ. ഇതിൽ എത്രയൊക്കെ PYQs വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഡ്യൂറിങ് ഹിസ് അങ്ങനെ സവർക്കറിന്റെ കോളേജ് ലൈഫ് സമയത്ത് അദ്ദേഹം ഇറ്റാലിയൻ റെവല്യൂഷണറി ആയിട്ടുള്ള മാസിനിയുടെ ജീവിതവുമായിട്ട് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവും. അങ്ങനെ മാസിനിയുടെ ബയോഗ്രഫി അദ്ദേഹം മറാത്തി ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് മാസിനി ചരിത എന്നുള്ളത്. സോ ഹൂ റോട്ട് മാസിനി ചരിത എന്ന് ചോദിച്ചാൽ അത് VD സവർക്കർ ആണ് ആൻസർ. അല്ലെങ്കിൽ ഹൂ ട്രാൻസ്ലേറ്റഡ് മാസിനി വർക്ക്
ടു ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് ചോദിച്ചാൽ അതും വി ഡി സവർക്കർ ആണ്. ഇതും NTA PYQ ആണ്. ഇതും NTA PYQ ആണ്. ഡിസംബർ 2023 NTA ഇത് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ഓൾസോ ഇത് ജൂൺ 2024 NTA ഫെർഗൂസൺ കോളേജിലാണ് സവർക്കർ പഠിച്ചത് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം 1899 സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന മിത്രമേള ഓർമ്മയില്ലേ, അത് 904 അഭിനവ് ഭാരത് സൊസൈറ്റി ആയിട്ട് മേർജ് ചെയ്യപ്പെടുന്നുണ്ട്. അഭിനവ് ഭാരത് സൊസൈറ്റി ആയിട്ട് അത് മേർജ് ചെയ്യുന്നുണ്ട്. 905 സ്വദേശി ബോയ്ക്കോട്ട് മൂവ്മെന്റ് വരുന്നത്. നമ്മളൊക്കെ പഠിച്ച സ്വദേശി ബോയ്ക്കോട്ട് മൂവ്മെന്റ് 1905 വരുമ്പോൾ സവർക്കറും അതിന്റെ ഭാഗമാവുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി എന്ന കാരണങ്ങൾ കൊണ്ട് എന്താണ്, നമ്മുടെ ബാലഗംഗാധർ തിലകിന്റെ നേതൃത്വത്തിലുള്ള എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജിയുടെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന സ്വദേശി ബോയ്ക്കോട്ട് മൂവ്മെന്റിലായിരുന്നു വി ഡി സവർക്കർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. അന്ന് എന്തായിരുന്നു, ബ്രിട്ടീഷ് ക്ലോത്ത്സ് ഒക്കെ പബ്ലിക്കലി ബേൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷ് പ്രൊഡക്ട്സ് ഒക്കെ പബ്ലിക്കലി കത്തിക്കുന്ന ആ ഒരു സമരത്തിൽ സവർക്കർ പങ്കെടുത്തതിന്റെ കാരണം കൊണ്ട് സവർക്കറിനെ അദ്ദേഹത്തിന്റെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പുറത്താക്കുന്നുണ്ട്. സോ അതിനു വേണ്ടി വീണ്ടും സവർക്കറിന്റെ കോളേജിലേക്ക് തിരിച്ച് അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നത് തിലകാണ്. സോ തിലക് പല ഘട്ടങ്ങളിലും സവർക്കറിനെ സഹായിക്കുന്നതായിട്ടും അല്ലെങ്കിൽ സവർക്കറിന്റെ കൂടെ നിൽക്കുന്ന, സവർക്കറിന്റെ ഒരു ഗൈഡ് അല്ലെങ്കിൽ ഒരു മെന്റർ ആയിട്ടൊക്കെ നിൽക്കുന്നത് ബാലഗംഗാധർ തിലകാണെന്നുള്ളത് ഓർക്കുക. തിലക് എന്തുകൊണ്ട് ഫെർഗൂസൺ കോളേജിൽ ഒരു റോൾ ഉണ്ടായി? കാരണം തിലക് ഇസ് വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ഓഫ് ദാറ്റ് കോളേജ്. തിലക് ആ ഒരു കോളേജിലെ ഒരു ഫൗണ്ടിങ് മെമ്പർ ആണ്. ഓക്കെ, ഇനി Tilak was a central in helping Savarkar to gain the scholarship for his education in London. Tilak തന്നെയാണ് അദ്ദേഹത്തിന് ലണ്ടനിൽ പഠിക്കാനുള്ള സ്കോളർഷിപ്പ് ശരിയാക്കി കൊടുത്തതും തിലകാണ്. അന്ന് ശ്യാംജി കൃഷ്ണവർമ്മ നമുക്കൊക്കെ അറിയുന്ന പോലെ ലണ്ടനിൽ 1905 ഇന്ത്യ ഹൗസ് എന്നുള്ള പേരിൽ ഒരു ഓർഗനൈസേഷൻ ഒക്കെ തുടങ്ങിയ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ലണ്ടനിലേക്ക് പഠിക്കാൻ പോകുന്ന ഇന്ത്യക്കാരായ കുട്ടികൾക്ക് ഒരു സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ സവർക്കറിന് എന്തായിരുന്നു, തിലകിന്റെ റെക്കമെൻഡേഷൻ ലെറ്റർ കാരണം ശ്യാംജി കൃഷ്ണവർമ്മയുടെ ആ ഒരു ഫെലോഷിപ്പ്, ആ ഒരു സ്കോളർഷിപ്പ് സവർക്കറിന് ലഭിച്ചു. അങ്ങനെയാണ് സവർക്കർ എവിടെ എത്തുന്നത്, ലണ്ടനിൽ നിയമം പഠിക്കാൻ പോകുന്നത്. 1906 1906 സവർക്കർ എവിടെ എത്തുന്നത്, അദ്ദേഹം ലണ്ടനിലേക്ക് എത്തുന്നത്. ലണ്ടനിലെ ഗ്രേസിൻ കോളേജിൽ ലണ്ടനിലാണ് അദ്ദേഹം ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ഹൗസ് ആയിരുന്നു. ഇതാണ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ട ഇന്ത്യ ഹൗസ് എന്നുള്ളത്. അതുകൂടാതെ 1906 അദ്ദേഹം പുതിയൊരു ഓർഗനൈസേഷൻ ലണ്ടനിൽ സ്ഥാപകം കുറിച്ചു. അതാണ് ഫ്രീ ഇന്ത്യ സൊസൈറ്റി എന്നുള്ളത്. സോ 1906 സവർക്കർ എസ്റ്റാബ്ലിഷ്ഡ് ഫ്രീ ഇന്ത്യ സൊസൈറ്റി. എന്താണ് ഫ്രീ ഇന്ത്യ സൊസൈറ്റിയുടെ ഒരു എയിം എന്നുള്ളത്? ഫ്രീ ഇന്ത്യ സൊസൈറ്റി ഈസ് ആൻ ഓർഗനൈസേഷൻ ദാറ്റ് പ്രൈമർലി വർക്ക്ഡ് ടുവാർഡ്സ് ദ കോസ് ഓഫ് ഇന്ത്യസ് ലിബറേഷൻ ഔട്ട്സൈഡ് ദ കൺട്രി. ഇന്ത്യക്ക് പുറത്തു നിന്നുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു ഫ്രീ ഇന്ത്യ സൊസൈറ്റി എന്നുള്ളത്. ഫൗണ്ടർ ഈസ് വി ഡി സവർക്കർ. ദ ഇയർ ഈസ് 1906. ഓക്കെ, സോ ഫ്രീ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ഒരുപാട് മീറ്റിങ്ങുകളും ഡിസ്കഷൻസ് ഒക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ഫെസ്റ്റിവൽസ് ഒക്കെ അവർ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ 1907 1907 അങ്ങനെ 1907 1857 കലാപത്തിന്റെ 1857 റിവോൾട്ടിന്റെ 50 വർഷം തികയുന്ന സമയത്ത്, അന്ന് അദ്ദേഹം ലണ്ടനിലാണല്ലോ ഉള്ളത്. ലണ്ടനിൽ അദ്ദേഹം ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു. ഒരുപാട് സ്റ്റേജ് പ്ലേസും അതൊക്കെ അദ്ദേഹം കണ്ടക്ട് ചെയ്തു. ഇന്ത്യയിലെ രക്തസാക്ഷികളൊക്കെ അനുസ്മരിപ്പിക്കുന്ന ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ അദ്ദേഹം കണ്ടക്ട് ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് തോന്നിയത്, എന്തുകൊണ്ട് 1857 ഒരു റിവോൾട്ടിന്റെ ഒരു ഹിസ്റ്ററി ഒരു ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് എഴുതിക്കൂടാ എന്നുള്ളത്. കാരണം അതുവരെ എഴുതപ്പെട്ടിട്ടുള്ളത് മുഴുവൻ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫിന്റെ അണ്ടറിൽ വരുന്ന വർക്ക്സുകളാണ്. സോ അതിൽ മൊത്തം ഇന്ത്യൻ റിവോൾട്ടിനെ ചെറുതാക്കി കാണിക്കുന്നതും അല്ലെങ്കിൽ ഇന്ത്യക്കാരെ പുച്ഛിക്കുന്ന രീതിയിലൊക്കെയുള്ള പല പരാമർശങ്ങളാണ്. നിങ്ങൾക്കറിയാം TR ഹോംസും LER റീസും ഒക്കെ എങ്ങനെയാണ് ഇന്ത്യൻ 1857 റിവോൾട്ടിനെ നോക്കിക്കണ്ടത് എന്നുള്ളത് അല്ലെ. സോ എന്താണ്, അതുകൊണ്ട് തന്നെ സവർക്കറിന് ഒരു ഇന്ത്യൻ പെർസ്പെക്റ്റീവിലുള്ള റൈറ്റിംഗ് വേണമെന്ന് അദ്ദേഹം തോന്നി. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, പുതിയൊരു ബുക്ക് അദ്ദേഹം വളരെ രഹസ്യമായിട്ട് എഴുതി തുടങ്ങി. അതാണ് ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 എന്നുള്ള വർക്ക്. ഓക്കെ, അങ്ങനെ 1907 അദ്ദേഹം ആ ഒരു ബുക്ക് എഴുതി തുടങ്ങിയത്. 1909 അദ്ദേഹം അതിന്റെ എഴുത്ത് കംപ്ലീറ്റ് ആക്കി. 1909 അദ്ദേഹം അത് കംപ്ലീറ്റ് ആക്കി. പക്ഷെ എന്ത് ചെയ്തു, തൊട്ടടുത്ത വർഷം 1909 എഴുതി 1910 തന്നെ സവർക്കറിനെതിരെ സെഡീഷനിലുള്ള
സെഡീഷൻ കുറ്റം ചാർത്തപ്പെട്ടു. എന്താണ് സെഡീഷൻ? ഗവൺമെന്റിനെതിരെ എഴുതുന്നതും ഗവൺമെന്റിനെതിരെ പ്രവർത്തിക്കുന്നതൊക്കെ സെഡീഷന്റെ അണ്ടറിൽ വരുന്ന കുറ്റങ്ങളാണ്. സോ സവർക്കറിന് സെഡീഷൻ ചാർത്തപ്പെട്ടു. 2 കേസുകൾ ഉണ്ടായിരുന്നു സവർക്കറിന്റെ നേരെ. അതുകൊണ്ട് തന്നെ 2 കേസുകൾക്കും ഓരോ 25 വർഷം 25 വർഷം തടവ് എന്നുള്ള രീതിയിൽ 50 വർഷത്തെ തടവ് ശിക്ഷയായിരുന്നു സവർക്കറിന് ലണ്ടനിൽ വെച്ച് വിധിച്ചിട്ടുണ്ടായിരുന്നത്. ശിക്ഷ ഇന്ത്യൻ ജയിലിൽ നടപ്പിലാക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇന്ത്യയിലെ ആൻഡമാനിലെ സെല്ലുലാർ ജയിൽ കാലാപാനി അവിടെയായിരുന്നു സവർക്കറിന്റെ അറസ്റ്റ് വിധിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് 1911 അദ്ദേഹം ഇന്ത്യയിലെത്തി. ഇവിടെ തൊട്ടാണ് സവർക്കറിന്റെ ജീവിതത്തിലെ 2ാമത്തെ ഘട്ടം ആരംഭിക്കുന്നത്. സവർക്കറിന്റെ ആ ഒരു കാലാപാനിയിലെ ഏകാന്ത ജയിൽവാസവും പിന്നീടുള്ള കണ്ടീഷണൽ റിലീസും. ഇതാണ് സവർക്കറിന്റെ ജീവിതത്തിലെ 2ാമത്തെ ഘട്ടം. 1910 സവർക്കറിനെ സെഡീഷൻ ചാർജ് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. 1911 transported for 50 years of jail and sent to India. 50 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ച് അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. ഇന്ത്യയിലെ ആൻഡമാൻസിലെ ജയിലിലായിരുന്നു, സെല്ലുലാർ ജയിലിൻ ആൻഡമാൻ. അതിനെ കാലാപാനി എന്നാണ് വിളിക്കാറുള്ളത്. അവിടെ ഏകാന്ത തടവായിരുന്നു. ഓക്കെ, അണ്ടർ സോളിറ്ററി കൺഫൈൻമെന്റിലായിരുന്നു സവർക്കറിനെ ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ അതിൽ ഒരുപാട് ഭയങ്കര വേഴ്സ്റ്റ് ആയിട്ടുള്ള മെന്റൽ ആൻഡ് ഫിസിക്കൽ ടോർച്ചർ ഈ ഒരു ജയിൽവാസ കാലഘട്ടത്തിൽ സവർക്കർ നേരിടുന്നുണ്ട്. എനിവേ 50 വർഷക്കാലം ജയിലിൽ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു 14 വർഷത്തെ ജയിൽ കാലം. അതിനുശേഷം 1924 ജാനുവരി 6 സവർക്കറിന് ജാമ്യം അനുവദിച്ചു. കണ്ടീഷണൽ റിലീസ് അനുവദിച്ചു. 2 കണ്ടീഷൻ ആയിരുന്നു സവർക്കറിന്റെ മുന്നിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന്, ജാമ്യം ലഭിച്ച് പുറത്തു പോയാലും യാതൊരു തരത്തിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ മൂവ്മെന്റിന്റെ ഭാഗമാവരുത്, അല്ലെങ്കിൽ നാഷണലിസ്റ്റ് മൂവ്മെന്റിന്റെ ഭാഗമാവരുത്, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. 2ാമത്തെ കണ്ടീഷൻ എന്താണ്? രത്നാഗിരി വിട്ട് പുറത്തു പോകരുത്. മഹാരാഷ്ട്രയിലെ ഒരു ചെറിയ വില്ലേജാണ് രത്നാഗിരി വിട്ട് പുറത്ത് സഞ്ചരിക്കരുത് എന്നുള്ളതാണ് സവർക്കറിന് കൊടുത്ത 2 നിബന്ധനകൾ. ഈ 2 നിബന്ധനകളും അംഗീകരിച്ചുകൊണ്ട് സവർക്കർ എന്ത് ചെയ്യുന്നു? 1924 അദ്ദേഹത്തിന്റെ 14 വർഷത്തെ ഏകാന്ത ജയിൽവാസം അവസാനിപ്പിച്ച് അദ്ദേഹം പുറത്തിറങ്ങുന്നു. സോ പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം 1924 അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്ന വർക്കാണ് ഹിന്ദുത്വ അല്ലെങ്കിൽ എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ. ഇതും NTA PYQ ആണ്. ഹു ഇസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് ഹിന്ദുത്വ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെന്താണ്? സവർക്കറിന്റെ ബുക്കാണ്. സോ സവർക്കറിന്റെ വൺ ഓഫ് ദ മേജർ ബുക്കാണ് ഹിന്ദുത്വ. അത് പബ്ലിഷ് ചെയ്യപ്പെടുന്നതും ഈ ഒരു കാലഘട്ടത്തിലാണ്. സോ പുറത്തു വന്ന ശേഷം അദ്ദേഹത്തിന് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗമാവാൻ പറ്റാത്തതിനാൽ തന്നെ സവർക്കർ കൂടുതലായിട്ടും സോഷ്യൽ റിഫോംസിലായിരുന്നു അന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹി ഫോക്കസ്ഡ് ഓൺ സോഷ്യൽ റിഫോംസ് ആൻഡ് സ്റ്റൂഡ് അഗെയിൻസ്റ്റ് സെഗ്രിഗേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ, റിമൂവിംഗ് അൺടച്ചബിലിറ്റി. അപ്പൊ സമൂഹത്തിലുള്ള സെഗ്രിഗേഷനും സമൂഹത്തിലുള്ള ഡിസ്ക്രിമിനേഷനും അൺടച്ചബിലിറ്റിക്കെതിരേക്കായിരുന്നു സവർക്കർ നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ സവർക്കർ എന്തായി മാറിയിട്ടുണ്ടായിരുന്നു? ഹിന്ദു ഇൻട്രസ്റ്റുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലീഡർ ആയിട്ട് സവർക്കർ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ്, പിന്നീട് അദ്ദേഹം രത്നാഗിരി ഹിന്ദു സഭ എന്നുള്ള ഒരു പുതിയൊരു ഓർഗനൈസേഷൻ സവർക്കർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഹിന്ദു മഹാസഭയുടെ ഒരു റീജിയണൽ അല്ലെങ്കിൽ ലോക്കൽ ലെവൽ ഓർഗനൈസേഷൻ എന്നൊക്കെ നമുക്ക് രത്നാഗിരി ഹിന്ദു സഭയെ നമുക്ക് വിളിക്കാൻ സാധിക്കും. ഓക്കെ, സോ ദീസ് ഇയേഴ്സ് മാർക്ക്ഡ് ദ എമർജൻസ് ഓഫ് സവർക്കർ ആസ് ദ ലീഡർ ഓഫ് ഹിന്ദു ഇൻട്രസ്റ്റ് with the establishment of Ratnagiri Hindu Sabha in January 1924. ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. കാരണം സവർക്കറിനെ പറ്റിയിട്ട് ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും ചോദിച്ചു കഴിഞ്ഞു. ഇതുവരെ രത്നാഗിരി ഹിന്ദു സഭയെ പറ്റി ചോദിച്ചിട്ടില്ല. സോ എന്ത് ചെയ്യാം, ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ദിസ് ഓർഗനൈസേഷൻ ഈസ് മോർ സിഗ്നിഫിക്കന്റ് റിലേഷൻ വിത്ത് ഹിന്ദു മഹാസഭ ഫോക്കസ്ഡ് റീജിയനിൽ. ഈ ഒരു സമയത്ത് സവർക്കർ ഒരുപാട് നാഷണൽ ലീഡേഴ്സിനെ കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹം മഹാത്മാഗാന്ധിയെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ 1925 അദ്ദേഹം ഡോക്ടർ KP ഹെഗ്വാറിനെ കാണുന്നുണ്ട്. ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് രാഷ്ട്രീയ സ്വയം സേവക സംഘ്, RSSന്റെ ഫൗണ്ടറിനെയും സവർക്കർ മീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഫേസ് എന്നുള്ളത് 1936 മുതൽ 1966 വരെയുള്ള കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് സവർക്കറിന്റെ തീവ്ര ഹിന്ദുത്വ ഐഡിയോളജി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം എന്നുള്ളത്. 1937 സവർക്കർ എന്ത് ചെയ്തു? രത്നാഗിരിയിൽ നിന്ന് ബോംബെയിലേക്ക് താമസം മാറി. അവിടെ അദ്ദേഹം ശിവജി സദനിൽ വെച്ചിട്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ
ആക്ടിവിറ്റീസ്, പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ അദ്ദേഹം ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്താണ് 1910 അറസ്റ്റിന് ശേഷം 26 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് 1936 എത്തുമ്പോൾ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു പദവി എന്നുള്ളത് കൂടുതലായിട്ടും ഹിന്ദു ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലീഡറായിട്ടും എന്തായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ആൾക്കാർ കൂടുതലായിട്ടും സവർക്കറിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് ആസ് എ ലീഡർ ഓഫ് ഹിന്ദു ഇൻട്രസ്റ്റസും അതുപോലെ തന്നെ അതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു റെവല്യൂഷണറി ഒക്കെ ആയിട്ടാണ് സവർക്കറിനെ ആൾക്കാർ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 1938 മുതൽ കംപ്ലീറ്റ്ലി സവർക്കർ ഹിന്ദു മഹാസഭയുടെ ഭാഗമായി. കാരണം 1937 മുതൽ എന്താണ് 1937 മുതൽ 1945 വരെയുള്ള നീണ്ട 5 വർഷക്കാലം സവർക്കർ ആയിരുന്നു ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് എന്നുള്ളത്. സോ ഹിന്ദു മഹാസഭ 1906 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടതാണ്. ഇറ്റ് വാസ് ഡെഡിക്കേറ്റഡ് ടു ദ കോസ് ഓഫ് അഖണ്ഡ് ഹിന്ദു ഭാരത് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഹിന്ദു ഇൻട്രസ്റ്റസ്. എന്താണ് ഹിന്ദു മഹാസഭയുടെ എയിം എന്നുള്ളത്? ഹിന്ദു മഹാസഭയുടെ ഒന്നാമത്തെ എയിം എന്നുള്ളത് ഹിന്ദു ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ എയിം എന്നുള്ളത് അഖണ്ഡ ഹിന്ദു ഭാരത്, ഒരു ഐക്യ ഹിന്ദുത്വ ഭാരതം നിർമ്മിക്കുക എന്നുള്ളതാണ് ഹിന്ദു മഹാസഭയുടെ ഒരു ലക്ഷ്യം എന്നുള്ളത്. 1937 മുതൽ 1942 വരെ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റായിട്ട് തുടർന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ ഓരോ ആനുവൽ സെഷൻസിലും നടത്തിയ പ്രസംഗങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്രസംഗങ്ങളാണ് ഹിന്ദു നാഷണലിസത്തിന് എന്നുള്ള ഒരു ഐഡിയോളജിക്ക് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയത്. സവർക്കർ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളും സവർക്കറിന്റെ ടീച്ചിങ്സും സവർക്കറിന്റെ ആക്ടിവിറ്റീസുമാണ്. സോ ഈ സവർക്കർ 1937 മുതൽ 1942 വരെ ഹിന്ദു മഹാസഭയുടെ ആനുവൽ സെഷൻസിൽ വി.ഡി. സവർക്കർ നടത്തിയ പ്രസംഗം പിന്നീട് എന്തായി മാറി? ഒരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഹിന്ദു രാഷ്ട്ര ദർശൻ എന്നുള്ളത്. അപ്പൊ ഹിന്ദു രാഷ്ട്ര ദർശൻ ആരുടെ ബുക്കാണ് അല്ലെങ്കിൽ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ വി.ഡി. സവർക്കർ ആണ് അതിന്റെ ആൻസർ. ഓക്കെ, സോ സവർക്കർ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് പറഞ്ഞു? ഇന്ത്യയിലെ മെജോറിറ്റി എന്നുള്ളത് ഹിന്ദു ആണ്, മുസ്ലിംസ് മൈനോറിറ്റീസ് ആണ് എന്നുള്ളതും, അതുപോലെ തന്നെ ജിന്നയും ഗാന്ധിയും ഹിന്ദു ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല, അതിനെതിരെ മുസ്ലിം ഇൻട്രസ്റ്റ് മൈനോറിറ്റീസ് ആയിട്ടുള്ള മുസ്ലിംസിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയൊക്കെ നിലകൊള്ളുന്നത് എന്നൊക്കെയുള്ള ക്രൂരമായിട്ടുള്ള വിമർശനങ്ങൾ ഗാന്ധിയുടെ മേലും കോൺഗ്രസിന്റെ മേലും സവർക്കർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സവർക്കർ എന്ത് ചെയ്തു? ഹിന്ദുക്കളോട് പ്രഖ്യാപിച്ചു, എന്താണ്, കമ്മ്യൂണിറ്റിയുടെ താല്പര്യങ്ങൾ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക, നിങ്ങൾക്കിടയിലെ സെഗ്രിഗേഷനും ഡിസ്ക്രിമിനേഷനും ഒക്കെ അവസാനിപ്പിക്കുക, അൺടച്ചബിലിറ്റി ഒക്കെ അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു സവർക്കറിന്റെ ഒരു പ്രഖ്യാപനം. സോ എന്ത് ചെയ്തു? ഒരു പാൻ ഇസ്ലാമിക് അലയൻസ് ഇന്ത്യയിലുണ്ട്. അതെന്താണ്? പാകിസ്ഥാൻ ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ പാകിസ്ഥാൻ ഡിമാൻഡ് വളരെയധികം ഒരു രൂക്ഷമായ കാലഘട്ടത്തിലായിരുന്നു. അന്ന് പറഞ്ഞു ഈ ഒരു പാൻ ഇസ്ലാമിക് ഏലിയൻസിനെതിരെ എന്തുണ്ടാവണം? ഒരു പാൻ ഹിന്ദു ബുദ്ധിസ്റ്റ് ഏലിയൻസ് ഉണ്ടാവണം എന്നുള്ളതും സവർക്കർ പ്രഖ്യാപനം ചെയ്തു. ആൻഡ് 10 മെയ് 1942 1942 മെയ് 10ന് സവർക്കർ ഒരു പുതിയൊരു മൂവ്മെന്റിന് തുടക്കം കുറിക്കുകയാണ്. അതാണ് അഖണ്ഡ് ഹിന്ദുസ്ഥാൻ മൂവ്മെന്റ്. അഖണ്ഡ് ഹിന്ദുസ്ഥാൻ മൂവ്മെന്റ് എന്നുള്ള പുതിയൊരു മൂവ്മെന്റിന് വി.ഡി. സവർക്കർ തുടക്കം കുറിക്കുകയാണ്. ദ ഡേറ്റ് ഈസ് 10th May 1942. ആ വർഷം തന്നെ സവർക്കർ 1942 തന്നെ സവർക്കർ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് റിസൈൻ ചെയ്തു. മേ ബി ഈ വർഷങ്ങളൊക്കെ ആയിരിക്കാം ഇനി ക്രോണോളജിക്ക് ചോദിക്കാം. സവർക്കർ റിസൈൻഡ് ഫ്രം ദ ഹിന്ദു മഹാസഭ. വർഷം എന്നുള്ളത് 1942 ആണ്. സോ റിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു 5 വർഷത്തെ പ്രസിഡന്റ്ഷിപ്പ് കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു ഹിന്ദു ഐഡിയോളജി അല്ലെങ്കിൽ ഫ്രെയിം വർക്ക് ഉണ്ടാവേണ്ടത്, ഹിന്ദു ഇൻട്രസ്റ്റുകൾ എങ്ങനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഹിന്ദുസിനോട് എങ്ങനെ യൂണിഫൈ ചെയ്യണം എന്നൊക്കെ സവർക്കർ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നീട് അദ്ദേഹം ക്രിപ്സ് പ്രപ്പോസലിന്റെയും ക്യാബിനറ്റ് മിഷൻ പ്രപ്പോസലിന്റെ ഒക്കെ ഭാഗമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ജനുവരി 30 1948 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. പിന്നീടുള്ള ജാനുവരി 30 1948 ഗാന്ധിയെ നാഥുറാം ഗോഡ്സെ വധിക്കുന്ന സമയത്ത് സവർക്കറും അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. കാരണം നാഥുറാം ഗോഡ്സെയുടെ ഗുരു അല്ലെങ്കിൽ മെന്റർ എന്ന് പറയുന്നത് വി.ഡി. സവർക്കറാണ്. സവർക്കറിന്റെ ഒരുപാട് ഇൻഫ്ലുവൻസ് ഗാന്ധിക്കെതിരെ ആർക്കുണ്ടായിരുന്നു? ഗോഡ്സെക്ക് ഉണ്ടായിരുന്നു. അത് കാരണമാണ് ഗോഡ്സെ ഗാന്ധിയെ വധിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഗോഡ്സെ എന്നുള്ളത് ഒരു സ്റ്റോഞ്ച് സവർക്കറൈറ്റ് ആണ്. സവർക്കറിന്റെ പാഠങ്ങളാണ് ഗോഡ്സെ ഗാന്ധിയെ വധിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന കാരണങ്ങൾ കൊണ്ട് സവർക്കറിനെ 4th February 1948 അറസ്റ്റ് ചെയ്തു. പിന്നീട് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ജാമ്യമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 1957
എന്താണ് 1957 പ്രത്യേകത? 1857 റിവോൾട്ടിന്റെ 100 വർഷം തികയുന്ന വർഷം. അന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്പെഷ്യൽ പ്രോഗ്രാമിൽ സവർക്കർ പങ്കെടുക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിന് അസുഖം ക്ഷീണമൊക്കെ വരും. 1966 സവർക്കർ ഡൈഡ് അറ്റ് ദ ഏജ് ഓഫ് 83 വയസ്സ്. അദ്ദേഹത്തിന്റെ 83ാമത്തെ വയസ്സിൽ 1966 സവർക്കർ മരണപ്പെടുകയാണ്. സവർക്കറിന്റെ ബയോഗ്രഫി എഴുതിയിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് വിക്രം സമ്പത്ത് എന്നുള്ളത്. സോ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി എന്നുള്ളത് ഇൻസൈഡ് ദ എനിമി ക്യാമ്പ് എന്നുള്ളതാണ്. ഇൻസൈഡ് ദ എനിമി ക്യാമ്പ് എന്നുള്ള സവർക്കറിന്റെ ഓട്ടോബയോഗ്രഫി ഉണ്ട്. ഇനി എന്താണ് മൈ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ലൈഫ് ഇൻ കാലാപാനി എന്നുള്ള ഒരു വർക്ക് ഉണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു കാലാപാനി ജയിലിലുള്ള മെമ്മറീസ് ഒക്കെ ആ ഒരു ബുക്കിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ റീസെന്റ് ആയിട്ട് 2024 ഹോളിവുഡിൽ ഒരു പുതിയ ഫിലിം ഇറങ്ങിയിട്ടുണ്ട്, സ്വാതന്ത്ര്യ വീര സവർക്കർ എന്നുള്ളത്. രൺദീപ് ഹൂഡയാണ് അത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതും. അതിൽ സവർക്കറിന്റെ ലൈഫാണ് അതിൽ കാണിക്കുന്നത്. സവർക്കർ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിന് വേണ്ടി എടുത്തിട്ടുള്ള എഫേർട്സും ഫ്രീ ഇന്ത്യൻ സൊസൈറ്റിക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങളും, അതുപോലെ തന്നെ 1857 റിവോൾട്ടിനെ ഒന്ന് നാഷണലൈസ് ചെയ്യാനും അദ്ദേഹത്തെ അതൊരു എഴുതി വെക്കാനൊക്കെ സവർക്കർ കാണിച്ച ആ ഒരു ഇൻട്രസ്റ്റുകളൊക്കെയാണ് സ്വാതന്ത്ര്യ വീര സവർക്കർ എന്ന മൂവിയിൽ കവർ ചെയ്തിട്ടുള്ളത്. അതിൽ സവർക്കറായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ആളും രൺദീപ് ഹൂഡ തന്നെയാണ്. ഓക്കെ, സോ ഇതാണ് സവർക്കറിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഫാക്ടുകൾ. സവർക്കറിനെ പറ്റി ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ സവർക്കറിനെ പറ്റി ചോദിച്ചിട്ടുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് നോക്കാം. ഇനിയുള്ള എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ലഭിക്കുന്നതായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഒന്നാമത്തെ ചോദ്യം നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹു റോട്ട് ദ ബുക്ക് ഹിന്ദുത്വ? ഹിന്ദുത്വ എന്നുള്ള ബുക്കിന്റെ ഓഥർ ആരാണ് എന്നുള്ളതാണ്. മദൻലാൽ ദിങ്ക്ര, അരബിന്ദോ ഘോഷ്, ശ്യാംജി കൃഷ്ണവർമ്മ, വി ഡി സവർക്കർ. ആരാണ്? ഹിന്ദുത്വ എന്നുള്ള ആരുടെ ബുക്കാണ്? ഓപ്ഷൻ ഡി ആണ്. നമുക്കറിയാം അല്ലെ, വി ഡി സവർക്കറിന്റെ ബുക്കാണ് ദ എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ, അല്ലെങ്കിൽ സിംപ്ലി ഹിന്ദുത്വ എന്നുള്ളത് സവർക്കറിന്റെ വർക്കാണ്. ഹു അമംഗ്സ് ദ ഫോളോയിങ് റോട്ട് എ ബയോഗ്രഫി ഓഫ് മാസിനി? താഴെ തന്നിരിക്കുന്നതിൽ ആരാണ് മാസിനിയുടെ ബയോഗ്രഫി എഴുതിയിട്ടുള്ള ആള് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ലാല ഹർദയാൽ, ഓപ്ഷൻ ബി മദൻലാൽ ദിങ്ക്ര, ഓപ്ഷൻ സി വി ഡി സവർക്കർ, ഓപ്ഷൻ ഡി രാഷ് ബിഹാരി ബോസ്. ആരാണ് മാസിനി ചരിത? ആരുടെ ബുക്കാണ്? മാസിനി ചരിത എന്നുള്ളത് സവർക്കറിന്റെ ബുക്കാണ്. സോ കറക്റ്റ് ആൻസർ എന്നുള്ളത് ഓപ്ഷൻ സി ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഫെർഗൂസൺ കോളേജിലെ ബിരുദ പഠന കാലഘട്ടത്തിൽ അദ്ദേഹം മാസിനി എന്നുള്ള ഇറ്റാലിയൻ റെവല്യൂഷണറിയിൽ വളരെയധികം സ്വാധീനിക്കപ്പെടുന്നുണ്ട്, ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. അങ്ങനെ മാസിനിയുടെ വർക്ക് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. അതാണെന്ത്? മാസിനി ചരിത എന്നുള്ളത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്സ് വർ റിട്ടൺ ബൈ സവർക്കർ? താഴെ തന്നിരിക്കുന്നതിൽ സവർക്കർ എഴുതിയിട്ടുള്ള വർക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഹിന്ദുത്വ, അഖണ്ഡ് ഹിന്ദുസ്ഥാൻ, ദ സ്റ്റോറി ഓഫ് മൈ ട്രാൻസ്പോർട്ടേഷൻ ഫോർ ലൈഫ്. ഇതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ ഒരു കാലാപാനി ജയിലുള്ള മെമ്മറീസ് ഉള്ള ബുക്കാണ് ദ സ്റ്റോറി ഓഫ് മൈ ട്രാൻസ്പോർട്ടേഷൻ ഫോർ ലൈഫ് എന്നുള്ളത്. ഹിന്ദു രാഷ്ട്ര ദർശൻ, സെപ്പോയി മ്യൂട്ടണി ആൻഡ് ദ റിവോൾട്ട് ഓഫ് 1857. ഇതിൽ ഏതൊക്കെ ബുക്കുകളാണ് സവർക്കർ എഴുതിയിട്ടുള്ള ബുക്കുകൾ എന്നാണ് ചോദ്യം. ഓക്കെ, ആലോചിച്ച് നോക്ക്, ഏതൊക്കെയാണ് സവർക്കറുമായിട്ട് ബന്ധപ്പെട്ടതല്ല സവർക്കർ എഴുതിയിട്ടുള്ള ബുക്കുകൾ. ഹിന്ദുത്വയുടെ ഓഥർ ആരാണ്? വി ഡി സവർക്കറാണ്. നമുക്കറിയാം അല്ലെ, എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ സവർക്കറിന്റെ മെയിൻ ബുക്കാണ്. അഖണ്ഡ് ഹിന്ദുസ്ഥാൻ സവർക്കറിന്റെ വർക്കാണോ? പേര് കേൾക്കുമ്പോൾ നമുക്ക് സവർക്കറിന്റെതാണ് എന്നൊക്കെ തോന്നിപ്പോകും. ആക്ച്വലി അത് സവർക്കറിന്റെ വർക്കല്ല, കെ മുൻഷിയുടെ വർക്കാണ്. സവർക്കറിന്റെ മൂവ്മെന്റ് ആയിരുന്നു അഖണ്ഡ് ഹിന്ദുസ്ഥാൻ മൂവ്മെന്റ്. 10th May 1942 സവർക്കർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആണ് അഖണ്ഡ് ഹിന്ദുസ്ഥാൻ മൂവ്മെന്റ് എന്നുള്ളത്. പക്ഷെ ആ ഒരു ടൈറ്റിൽ ബുക്ക് എഴുതിയിട്ടുള്ള ആള് സവർക്കർ അല്ല. ഓക്കെ, സോ എ സവർക്കറിന്റെ ബുക്കാണ്, ബി സവർക്കറിന്റെ ബുക്കല്ല എന്ന് മനസ്സിലായി. മൂന്നാമത്തത് ദ സ്റ്റോറി ഓഫ് മൈ ട്രാൻസ്പോർട്ടേഷൻ ഫോർ ലൈഫ് എന്നുള്ള ബുക്ക്. ദ സ്റ്റോറി ഓഫ് മൈ ട്രാൻസ്പോർട്ടേഷൻ ഫോർ ലൈഫ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? സവർക്കറിന്റെ മെമ്മറി എഴുതിയ ബുക്കാണ്, സവർക്കറിന്റെ ബുക്കാണ്. അദ്ദേഹം തന്റെ കാലാപാനി ജയിൽവാസത്തിലെ
അനുഭവക്കുറിപ്പുകൾ എഴുതിയ വർക്കാണ്. ഹിന്ദു രാഷ്ട്ര ദർശൻ സവർക്കറിൻ്റെതല്ലേ? നമ്മൾ പറഞ്ഞല്ലോ 1937 മുതൽ 1942 വരെ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് ആയിട്ട് VD സവർക്കർ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഈ ഒരു പ്രസിഡന്റ്ഷിപ്പ് കാലഘട്ടത്തിൽ അന്ന് ഹിന്ദു സഭയുടെ ആനുവൽ സെഷൻസിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ പിന്നീട് ഒരു ബുക്ക് ഫോമിൽ പബ്ലിഷ് ചെയ്തു വരികയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഹിന്ദു രാഷ്ട്ര ദർശൻ എന്നുള്ളത്. സോ 1942 സവർക്കർ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നോക്കുമ്പോൾ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം, ഒരു ഫ്രെയിം വർക്ക്, എങ്ങനെയാണ് ഒരു ഹിന്ദുത്വ ഇന്ത്യ ഉണ്ടാക്കേണ്ടത് എന്നുള്ള ഒരു ഫ്രെയിം വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ ഒരു സ്പീച്ചിലൂടെയാണ്. അതാണ് ഹിന്ദു രാഷ്ട്ര ദർശൻ എന്നറിയപ്പെടുന്നത്. ഇനി സെപ്പോയി മ്യൂട്ടണി ആൻഡ് ദ റിവോൾട്ട് ഓഫ് 1857 സവർക്കറിന്റെ വർക്കാണോ? സവർക്കറിന്റെ വർക്കല്ല. കാരണം ഒരിക്കലും സവർക്കർ അതിനെ സെപ്പോയി മ്യൂട്ടണി എന്ന് വിശേഷിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് സവർക്കർ എന്നുള്ളത്. സവർക്കർ വർക്ക് എന്താണ്? ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. സവർക്കറിനെ സംബന്ധിച്ച് 1857 റിവോൾട്ട് എന്നുള്ളതാണ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നാണ് സവർക്കർ അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് സവർക്കറിന്റെ ബുക്കുകളല്ല. സോ സവർക്കറിന്റെ ബുക്കുകൾ ഹിന്ദുത്വ ആണ്. ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ സി ഉണ്ട്, ഓപ്ഷൻ ഡി ഉണ്ട്. ഓക്കെ, A, B, D, E only, A, B, C and D only, A, C and D only, all of the above. ഏതാണ് കറക്റ്റ് ആൻസർ? A, C and D only ആണ്. ഹിന്ദുത്വ, ദ സ്റ്റോറി ഓഫ് മൈ ട്രാൻസ്പോർട്ടേഷൻ ഫോർ ലൈഫ്, പിന്നെ അതുപോലെ തന്നെ ഹിന്ദു രാഷ്ട്ര ദർശൻ. ഇത് മൂന്നുമാണ് തന്നിരിക്കുന്ന ചോദ്യത്തിലെ സവർക്കറിന്റെ ബുക്കുകൾ. Next question. In London, VD Savarkar was associated with which organization? ലണ്ടനിലെ സവർക്കർ ഏത് ഓർഗനൈസേഷനുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ലണ്ടൻ ഹൗസ്, ഓപ്ഷൻ ബി ഇന്ത്യ ഹൗസ്, ഓപ്ഷൻ സി ഖദർ ഹൗസ്, ഓപ്ഷൻ ഡി ഇൻഡിപെൻഡൻസ് ഹൗസ്. ഏതാണ് ലണ്ടനിലെ ലണ്ടനിൽ VD സവർക്കർ അസോസിയേറ്റ് ചെയ്യപ്പെട്ട ഓർഗനൈസേഷൻ ഏതാണ്? ഓപ്ഷൻ ബി ഇന്ത്യ ഹൗസ് ആണ് അല്ലെ. ഇന്ത്യ ഹൗസിലാണ് സവർക്കറിന് അക്കോമഡേഷൻ കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു. ഇന്ത്യ ഹൗസിന്റെ ഫൗണ്ടർ ആയിരുന്ന ശ്യാംജി കൃഷ്ണവർമ്മയാണ് ലണ്ടനിലെ ഗ്രേസിൻ കോളേജിൽ സവർക്കറിന് ലോ പഠിക്കാനുള്ള ഫെലോഷിപ്പും സ്കോളർഷിപ്പ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം 1906 അവിടെ എത്തിയിട്ട് അദ്ദേഹം അവിടെ പുതിയൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ഫ്രീ ഇന്ത്യ സൊസൈറ്റി ആണ്. സോ ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് ഫ്രീ ഇന്ത്യ സൊസൈറ്റി എന്ന് ചോദിക്കുമ്പോൾ അത് VD സവർക്കർ ആണ്. ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് ഇന്ത്യ ഹൗസ് എന്ന് ചോദിക്കുമ്പോൾ അത് ശ്യാംജി കൃഷ്ണവർമ്മയാണ്. ഓക്കെ, രണ്ടും കൺഫ്യൂസ്ഡ് ആവരുത്. ഒന്ന് 1905 ഫോം ചെയ്യപ്പെടുന്നത്, ഒന്ന് തൊട്ടടുത്ത വർഷമായ 1906 ഫോം ചെയ്യപ്പെടുന്നത്. കറക്റ്റ് ആൻസർ എന്നത് ഇന്ത്യ ഹൗസ് ആണ്. ലണ്ടനിലെ സവർക്കർ ഇന്ത്യ ഹൗസിലായിരുന്നു സവർക്കറിന്റെ അക്കോമഡേഷൻ ഒക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 6. VD സവർക്കർ ഗ്രാജുവേറ്റഡ് ഫ്രം വിച്ച് കോളേജ്? താഴെ തന്നിരിക്കുന്ന ഏത് കോളേജിൽ നിന്നാണ് സവർക്കർ അദ്ദേഹത്തിന്റെ ബിരുദ പഠനം പൂർത്തിയാക്കിയത് എന്നാണ്. സെന്റ് സാവിയേഴ്സ് കോളേജ്, ഡെക്കാൻ കോളേജ്, നർസി മുഞ്ചി കോളേജ്, ഫെർഗൂസൺ കോളേജ്. ഏതാണ്? നമ്മൾ ഒരുപാട് പറഞ്ഞല്ലേ സവർക്കറിന്റെ കോളേജ് ഏതാണ്? പൂനെയിലെ ഫെർഗൂസൺ കോളേജ് ആണ് സവർക്കറിന്റെ കോളേജ് എന്നുള്ളത്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സോ ഇവിടെ പഠിക്കുമ്പോൾ ഓർത്തിരിക്കുക, തിലകിന്റെ ഒരുപാട് ഇൻഫ്ലുവൻസും തിലകിന്റെ ഒരുപാട് സഹായവും സവർക്കറിന് ലഭിച്ചിട്ടുണ്ട്. കാരണം 1905 സ്വദേശി മൂവ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് സ്വദേശി ഫോറിൻ ക്ലോത്ത് ബേൺ ചെയ്തു എന്നതിന്റെ പേരിൽ സവർക്കറിനെ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് വീണ്ടും റീ അഡ്മിഷൻ ശരിയാക്കുന്നത് ഫെർഗൂസൺ കോളേജിന്റെ ഫൗണ്ടിങ് മെമ്പറായ തിലക് തന്നെയാണ്. സോ അദ്ദേഹത്തിന്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആവുന്നത് ഫെർഗൂസൺ കോളേജിൽ നിന്നാണ്. അതിനുവേണ്ടി ഒരുപാട് സഹായിച്ച വ്യക്തി എന്നുള്ളത്. അതിനുവേണ്ടി മാത്രമല്ല, അതിനുശേഷം നമ്മുടെ ലണ്ടനിലേക്ക് പോകാനും സവർക്കറിനെ സഹായിക്കുന്ന വ്യക്തി ബാലഗംഗാധർ തിലകാണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് സവർക്കർ. നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ടോപ്പിക് ആണ് സവർക്കർ എന്നുള്ളത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു, ഹെൽപ്ഫുൾ ഫോർ യു. താങ്ക് യു.